മലയാളി നേഴ്സായ നിമിഷപ്രിയ യമനിൽ ജയിലിലാണ്. വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. യമനി പൗരനെ കൊലപ്പെടുത്തി എന്ന കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തകരും നിരന്തരമായി ഇടപെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞ് നിലപാടെടുത്തവരാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പക്ഷേ വ്യക്തമായി ഇടപെടേണ്ട സാഹചര്യം എത്തിയപ്പോഴത്തേക്കും കേന്ദ്രം കൈ കഴുകുന്ന നിലപാടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് CPM രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്തും മറുപടിക്കകത്തും കേന്ദ്ര സർക്കാർ കൈ കഴുകുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് അതിന് തെളിവുകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ മറുപടിയും പിന്നെ രാജ്യസഭയിൽ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അതിന് രാജ്യസഭയിൽ നിന്ന് കിട്ടിയ മറുപടിയും രണ്ടും കൂടി പോസ്റ്റ് ചെയ്തിട്ട് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഈ നയത്തെ തുറന്നു കാട്ടിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം ഒരു ഫേസ് കുറിപ്പായിട്ട് കൂടി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ബ്രിട്ടാസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാജ്യസഭയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയെ തുടർന്ന് ചൂടുപിടിച്ച ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നു വരികയാണല്ലോ. അടിസ്ഥാന നിയമസഹായം പോലും ലഭിക്കാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 2017 മുതൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്രം ഇടപെടണമെന്നും ബ്ലഡ് മണി നൽകി അവരെ മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഞാൻ 2022 മാർച്ച് 22 വിദേശകാര്യമന്ത്രി ജയശങ്കറിന് കത്തയച്ചിരുന്നു. ഇതിന് മറുപടി 2022 ഏപ്രിൽ 27 കേന്ദ്ര വിദേശകാര്യമന്ത്രി എനിക്ക് നൽകിയ കത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉയർന്ന പരിഗണന നൽകുന്നുണ്ടെന്നും നിമിഷപ്രിയയുടെ കേസിലും കേന്ദ്രത്തിൻ്റെ പരിപൂർണ ഇടപെടൽ ഉണ്ടെന്നുമാണ്. മാത്രമല്ല ബ്ലഡ് മണി നൽകി മോചിപ്പിക്കുന്നതിനുള്ള ബാധ്യത പരിശോധിക്കണമെന്നതിൻ്റെ കത്തിലെ ആവശ്യത്തോട് സാമൂഹിക സംഘടനകളുമായി ചേർന്നുകൊണ്ട് യമനിലെ ട്രൈബൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മോചനത്തിനുള്ള സാധ്യതകൾ ആരായുകയും അതിനുവേണ്ടി ശ്രമിച്ചു വരികയുമാണ് എന്ന വ്യക്തമായ മറുപടി കത്തിലുണ്ടായിരുന്നു. അതായത് ബ്ലഡ് മണി നൽകി മോചിപ്പിക്കുന്നതിന് വേണ്ട ശ്രമവും കേന്ദ്രം സ്വീകരിച്ചിരുന്നുവെന്നർത്ഥം. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് 2025 ഫെബ്രുവരി 12 രാജ്യസഭയിലെ എൻ്റെ ചോദ്യത്തിനും തുടർന്നുള്ള അനുബന്ധ ചോദ്യങ്ങൾക്കും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിഫലിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിന് ബ്ലഡ് മണി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും തീരുമാനമെടുക്കേണ്ടതും നിർധനരായ നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവും തമ്മിലാണെന്ന നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അതായത് മോചനവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിലും കേന്ദ്രത്തിന് ഉത്തരവാദിത്തമില്ല എന്ന നിലപാട് മാറ്റം. ഒരു വശത്ത് കേന്ദ്രം എല്ലാ സഹായം നൽകുമെന്ന് പറയുകയും മറുവശത്ത് മോചനം കുടുംബത്തിൻ്റെ മാത്രം കൈകാര്യമാണെന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്നു. ഈ വിരോധാഭാസമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾക്ക് പിന്നിൽ. വിദേശകാര്യമന്ത്രി ജയശങ്കർ അയച്ച മറുപടിയും പിന്നീട് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെൻറ്റിൽ നൽകിയ മറുപടിയും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ്. അതിൽ വ്യക്തമായിട്ട് 2022 ഏപ്രിലിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S ജയശങ്കർ ജോൺ ബ്രിട്ടാസിന് അയച്ച 2 പേജുള്ള മറുപടി കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് ഈ ഫെബ്രുവരി 12 കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യമുള്ള മറുപടി കൂടി അദ്ദേഹം പോസ്റ്റ് ചെയ്ത ആ മറുപടിക്കകത്ത് വ്യക്തമായിട്ട് അവസാനം എഴുതിയിട്ടുണ്ട്: ദ മാറ്റർ റിഗാർഡിംഗ് എനി കൺസിഡറേഷൻ ടുവാർഡ്സ് ദ റിലീസ് ഓഫ് മിസ് നിമിഷപ്രിയ ഈസ് ബിറ്റ്വീൻ ദ ഫാമിലി ഓഫ് ദ ഡിസീസ്ഡ് ആൻഡ് മിസ് നിമിഷപ്രിയാസ് ഫാമിലി. ആ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബവും പിന്നെ കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബവുമായിട്ടാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേന്ദ്രം കൈ കഴുകിയിട്ടുള്ളത്. നേരത്തെ ഇടപെടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവസാനം കാര്യത്തിലേക്ക് അടുത്ത സമയത്ത് കേന്ദ്രം ഇടപെടുന്നില്ല. ആ ഇടപെടുന്നില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്രം ഇടപെടുമെന്നാണ് സംസ്ഥാനത്ത് BJPക്കാരുടെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ കേന്ദ്രത്തിൻ്റെ നിലപാട് എന്താണെന്ന് അവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഒരു ലൈനകത്ത് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് രാജ്യസഭയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അതിനെ ന്യായീകരിച്ചത്. പക്ഷേ ആ ലൈൻ വ്യക്തമായും സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അവർ തമ്മിലാണ് തീരുമാനിക്കേണ്ടത്. അത് അവസാനം മന്ത്രിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ മനസ്സിലാവുന്ന കാര്യം കേന്ദ്രം കൈ കഴുകി എന്നാണ്. ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേന്ദ്രം ഈ നിലപാട് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്.